നിയമസഭയുടെ ആദ്യകാല സ്പീക്കർ ആരാണ്? ശങ്കരനാരായൺ തമ്പിയാണ്. ആരാണ്? ശങ്കരനാരായൺ തമ്പിയാണ്. ശങ്കരനാരായൺ തമ്പി 1946 നടന്ന പുന്നപ്ര വയലാർ സമരത്തിൻ്റെ നേതാവ് കൂടിയായിരുന്നു. അതുപോലെ തന്നെ കേരള നിയമസഭയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? KO ഐഷാഭായി ആണ്. KO ഐഷാഭായി ആണ്. കേരള നിയമസഭയിലെ ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കറും ആര് തന്നെയാണ്? KO ഐഷാഭായി ആണ്. അതുപോലെ പറയുകയാണെങ്കിൽ കേരള നിയമസഭയിൽ ആദ്യമായിട്ട് 5 വർഷ കാലാവധി പൂർത്തിയാക്കിയ നിയമസഭാ സ്പീക്കർ ആരാണ്? M വിജയകുമാറാണ്. ആരാണ്? M വിജയകുമാറാണ്. അതുപോലെ തന്നെ കേരള നിയമസഭയിലെ ആദ്യത്തെ കോൺഗ്രസ് സ്പീക്കർ ആരാണ്? കേരള നിയമസഭയിലെ ആദ്യത്തെ കോൺഗ്രസ് സ്പീക്കർ ആരാണ്? അലക്സാണ്ടർ പറമ്പിത്തറയാണ്. അപ്പൊ കേരള നിയമസഭയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സ്പീക്കറും ശങ്കരനാരായൺ തമ്പിയാണ്. ആരാണ്? ശങ്കരനാരായൺ തമ്പിയാണ്. അതുപോലെ അധികാരത്തിലേക്ക് അന്തരിച്ച ആദ്യത്തെ കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ആരാണ്? G കാർത്തികേയനാണ്. ആരാണ്? G കാർത്തികേയനാണ്. അതുപോലെ തന്നെ കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ്? കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ AN ഷംസീറാണ്. ആരാണ്? AN ഷംസീറാണ്. അതുപോലെ തന്നെ കേരള നിയമസഭയിലെ കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച ആദ്യത്തെ സ്പീക്കർ ആരാണ്? AC ജോസ്. ആരാണ്? AC ജോസ് ആണ്. കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രൊട്ടേം സ്പീക്കർ ആരാണ്? കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രൊട്ടേം സ്പീക്കർ റോസമ്മ പുന്നൂസ്. റോസമ്മ പുന്നൂസ്. കേരള നിയമസഭയിലെ ആദ്യത്തെ വനിതാ പ്രൊട്ടേം സ്പീക്കറും ആര് തന്നെയാണ്? റോസമ്മ പുന്നൂസ് ആണ്. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാറാണ്. ആരാണ്? ചിറ്റയം ഗോപകുമാറാണ്. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ്. അതുപോലെ തന്നെ നിയമസഭാ സ്പീക്കർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. ഡെപ്യൂട്ടി സ്പീക്കർ രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്കാണ്? നിയമസഭാ സ്പീക്കർക്കാണ്. നിയമസഭാ സ്പീക്കറുടെ ഔദ്യോഗിക കാലാവധി 5 വർഷമാണ്. കേരളത്തിലെ നിയമസഭാ സ്പീക്കറുടെ ഔദ്യോഗിക വസതി എന്ന് പറഞ്ഞാൽ നീതിയാണ്. കേരളത്തിലെ നിയമസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നതാരാണ്? നിയമസഭാ സ്പീക്കറാണ്. ആരാണ്? നിയമസഭാ സ്പീക്കറാണ്.